ശോഭാ സുരേന്ദ്രൻ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയതായുള്ള ആരോപണത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ തെരുവക്കുറിശി ഭാഗത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തുവെന്ന പരാതിയിൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് പ്രാഥമിക അന്വേഷണം നടത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതേ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ തൃശൂരിൽ വീണ്ടും കിറ്റുവേട്ട. കേച്ചേരിയിലെ ഒരു അച്ചാർ നിർമ്മാണ കമ്പനിക്കുള്ളിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ നിരവധി ഭക്ഷ്യക്കിറ്റുകളാണ് കണ്ടെത്തിയത്. LDF പ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ് അച്ചാർ കമ്പനിക്കുള്ളിലെ കിറ്റ് നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. അച്ചാർ കമ്പനിയിൽ അസാധാരണമായി വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ട് സംശയം തോന്നിയതോടെയാണ് പരിശോധന നടത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും സാധനങ്ങൾ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിട്ടു. യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. വോട്ട് ചെയ്യാൻ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് കോടതിയെ സമീപിച്ചത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ജയിലിൽ കഴിയുന്ന പ്രതിക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ലൈംഗികാതിക്രമ കേസിലെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷവും ഇരട്ട വോട്ടുകളെന്ന കണ്ടെത്തൽ 6000-ലധികം വോട്ടർമാർക്കാണ് ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈൻ കോഡ് IT സൊല്യൂഷൻസ് എന്ന സ്ഥാപനം നടത്തിയ പരിശോധനയിലാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മാത്രം 256 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി ജസ്റ്റിസ് BV നാഗരത്ന. ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ല. വിശ്വാസികളല്ലാത്തവരുടെ ഹർജി കോടതി എന്തിനു കേൾക്കണമെന്നുമാണ് ജസ്റ്റിസ് നാഗരത്നയുടെ നിർണായക പരാമർശം. യുവതീ പ്രവേശനത്തിനുള്ള പൊതുതാൽപര്യ ഹർജി കോടതി സ്വീകരിക്കാനേ പാടില്ലായിരുന്നു. വിശ്വാസികളല്ലാത്തവർ ഹർജി നൽകേണ്ടതില്ലെന്നും നാഗരത്ന പറഞ്ഞു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച കന്യാസ്ത്രീകളെയും മഠത്തിലെ വിദ്യാർത്ഥിനികളെയും റെയിൽവേ പോലീസ് തടഞ്ഞുവെച്ചു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ 2 കന്യാസ്ത്രീകളും 6 വിദ്യാർത്ഥിനികളും അടക്കം 8 പേരെയാണ് പോലീസ് 1 മണിക്കൂറോളം തടഞ്ഞുവെച്ചത്. ഇൻഡോറിലെ മഠത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളെ അവധി പ്രമാണിച്ച് ഒഡീഷയിലെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഇവർ. മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത്. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തിയ മലയാളി പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ 2 കൊക്കകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം നടത്തിയതായി സൂചന. ബുധനാഴ്ച ഇക്കാര്യം സംബന്ധിച്ച് ജപ്പാൻ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി സനെ തകൈച്ചിയുടെ ഓഫീസ് Xൽ ഈ വിഷയത്തിൽ ഒരു പോസ്റ്റും പങ്കുവച്ചു. ജപ്പാൻ അധികൃതർ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി വിശദമായ നിർദ്ദേശങ്ങളും നൽകിയതായാണ് വിവരം. 1 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിന് ആശ്വാസമായി അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിൽ തുടരുന്ന അശാന്തിക്ക് താൽക്കാലിക പരിഹാരമായി. വരുന്ന 2 ആഴ്ച കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ശാശ്വതമാക്കുന്നതിനുള്ള കരാറിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നേക്കും. പാകിസ്ഥാനിലെ പ്രശ്നബാധിത മേഖലയായ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സുരക്ഷാ സേന നടത്തിയ രഹസ്യ നീക്കത്തിൽ 6 തീവ്രവാദികളെ വധിച്ചു. ചൊവ്വാഴ്ച മസ്തുങ് പട്ടണത്തിലെ കിർഗ പ്രദേശത്താണ് സംഭവം. നിരോധിത സംഘടനയിൽപ്പെട്ട തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടതെന്ന് തീവ്രവാദ വിരുദ്ധ വകുപ്പ് ഉദ്യോഗസ്ഥൻ മെഹ്താബ് റഹ്മാനി അറിയിച്ചു. പ്രദേശത്ത് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇവർ പദ്ധതിയിടുന്നതായും ഇന്റലിജൻസ് വിഭാഗത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന പ്രദേശം വളയുകയും ഓപ്പറേഷൻ ആരംഭിക്കുകയുമായിരുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.